ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിങ്ങനെ ഇരുന്നപ്പോഴേ ഒരു കാര്യം ചിന്തിക്കുമായിരുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ടെൻഷനുകളുണ്ടല്ലേ? ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഓരോരുത്തർക്കും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ മനസ്സ് തകർന്ന് വിഷമിച്ചിരിക്കാറുണ്ടല്ലേ? നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അവർ കരഞ്ഞിരിക്കുന്ന സമയത്ത് അതേ സെക്കൻഡിൽ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നാളെക്കുറിച്ചോ അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളെക്കുറിച്ചോ അവർക്കൊരു ചിന്തയില്ല, ഒരു ടെൻഷനില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മൾ ഓരോരുത്തരും എന്താണ് അങ്ങനെയാകാൻ പറ്റാത്തത്? ചെറിയ കാര്യങ്ങളുടെ മേൽ പോലും നമ്മൾക്ക് ടെൻഷനാകും. നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടില്ലേ, നാറാണത്ത് ഭ്രാന്തൻ? വലിയ മലയുടെ മുകളിൽ കല്ല് താഴേന്ന് ഉരുട്ടി ഉരുട്ടി കയറ്റിയിട്ട് മുകളിൽ ചെന്നിട്ട് താഴോട്ടിടുന്ന മനുഷ്യൻ. എന്നിട്ട് അത് കണ്ടിട്ട് കൈ കൊട്ടിച്ചിരിക്കാറുണ്ട് ആ മനുഷ്യൻ. എന്താണ് അയാളുടെ കഷ്ടപ്പാടുകൾ ഒരു സെക്കൻഡ് കൊണ്ട് താഴോട്ട് ഉരുട്ടി വിട്ടിട്ട് ചിരിക്കുവാണ്. അതിനർത്ഥം എന്താണെന്നറിയാം? വലിയ വലിയ നഷ്ടങ്ങളിലാണെങ്കിൽ പോലും, ചെറിയ ചെറിയ നഷ്ടങ്ങളിലാണെങ്കിൽ പോലും അതിനകത്ത് ഒരു പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കണമെന്ന്. കൈകൊട്ടി ചിരിക്കണമെന്നോ ആഘോഷിക്കണമോ എന്നല്ല, മനസ്സ് പതറാതിരിക്കാൻ, പിടിച്ചു നിൽക്കാൻ ഒരു ധൈര്യം കണ്ടെത്തണം എന്നാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു പാഠമാണ്. നാരായണത്ത് ഭ്രാന്തൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒരു പാഠം നമുക്ക് ഓരോരുത്തർക്കും തരുന്നുണ്ട്.